ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ആ വചനം ഇങ്ങനെ കാണുന്നു: അയ്യോ, എൻ്റെ വ്യസനമൊന്ന് തൂക്കി നോക്കിയെങ്കിൽ, എൻ്റെ വിപത്ത് സ്വരൂപിച്ച് ത്ലാസിൽ വച്ചെങ്കിൽ, അത് കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറുന്നത്. അതുകൊണ്ട് എൻ്റെ വാക്ക് തെറ്റിപ്പോകുന്നു എന്നുള്ള പ്രസ്താവനയാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് താൻ അനുഭവിക്കുന്നതായ വ്യസനങ്ങളും താൻ അനുഭവിക്കുന്നതായ വിപത്തുകളും നിമിത്തം തൻ്റെ ജീവിതത്തിനകത്ത് താൻ പറയുന്നതായ വാക്കുകൾ പോലും തെറ്റിപ്പോകുന്നതുപോലെ തനിക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്തതായ ഒരു പശ്ചാത്തലത്തിനകത്ത് താൻ ചെന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തൻ്റെ ജീവിതത്തിലുള്ളത് എന്ന് താൻ തന്നെ ഓർമ്മപ്പെടുത്തുന്ന, സാക്ഷ്യപ്പെടുത്തുന്ന വാക്കുകളാണ്. നാം ഓർക്കണം, ഭക്തിയോടും വിശ്വസ്തയോടും നീതിയോടും പരമാർത്ഥതയോടും കൂടെ ദൈവം മുൻപാകെ ജീവിച്ചു വന്നതായ ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പശ്ചാത്തലങ്ങളെല്ലാം മാറിപ്പോയിട്ട് വ്യസനത്തിൻ്റെയും വിപത്തുകളുടെയും പശ്ചാത്തലത്തിലൂടെ താൻ കടന്നു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് തൻ്റെ മുൻപിലുള്ളത്. മാത്രമല്ല, തന്നെ ആശ്വസിപ്പിക്കുവാൻ എന്ന് പറഞ്ഞ് തൻ്റെ അരികത്തേക്ക് കടന്നു വന്നിരിക്കുന്ന തൻ്റെ സ്നേഹിതന്മാരെന്നറിയപ്പെടുന്ന ആളുകൾ പോലും അവരുടെ വാക്കുകൾ കൊണ്ട് ആഴമായി ഇയ്യോബിനെ മുറിപ്പെടുത്തുമ്പോൾ ആ മുറിവിൻ്റെ വേദനകളൊക്കെ തൻ്റെ ഹൃദയാന്തർഗതത്തെ വല്ലാണ്ട് ഭാരപ്പെടുത്തി മുൻപോട്ട് പോകുന്ന പശ്ചാത്തലമുണ്ട്. മാത്രമല്ല, കൂടെ നിൽക്കേണ്ട ഭാര്യ പോലും ഇയ്യോബിനെ നോക്കിക്കൊണ്ട് ഇനി ഭയം കൊണ്ടും ഭക്തി കൊണ്ടുമൊന്നും അർത്ഥമില്ലെന്നും നീ പോയി മരിച്ചു കളയുന്നതാണ് നല്ലതെന്നും പറയുമ്പോൾ ആ വാക്കുകളുടെയും മുൻപിൽ വളരെ നൊമ്പരപ്പെട്ട് നിൽക്കുന്നതായ ഇയ്യോബിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇയ്യോബിൻ്റെ ഹൃദയം വല്ലാണ്ട് ഭാരപ്പെട്ട് മുൻപോട്ട് പോകുന്നതുകൊണ്ട് താൻ പറയുന്നതായ പല വാക്കുകളും മാറിപ്പോവുകയും തെറ്റിപ്പോവുകയും ചെയ്യുന്നതായ പശ്ചാത്തലങ്ങൾ വന്നു. ആ വാക്കുകൾക്കകത്ത് വന്നതായ തെറ്റുകളെ ചോദ്യം ചെയ്യുന്ന ആളുകളോട് ഇയ്യോബ് പറയുന്ന വാക്കുകളാണ് 2-3 വാക്യമെന്ന് പറയുന്നത്. താൻ എന്താണ് പറയുന്നത്? എൻ്റെ വ്യസനമൊന്ന് തൂക്കി നോക്കണം. ഞാൻ അനുഭവിക്കുന്നതായ പ്രയാസങ്ങൾ എത്രമാത്രം ഭയാനകതയുള്ളതാണെന്ന് നിങ്ങളൊന്ന് നോക്കണം. മാത്രമല്ല, എൻ്റെ വിപത്ത് സ്വരൂപിച്ചൊരു ത്ലാസിൽ വെച്ച് നോക്കിയാൽ അതിൻ്റെ തൂക്കമെന്ന് പറയുന്നത് കടൽക്കരയിലെ കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറിയതാണ്. അത്രമാത്രം പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് അവിടവിടങ്ങളിൽ എൻ്റെ വാക്കുകളാകെ തെറ്റിപ്പോകുന്നത് എന്ന് താൻ ഓർമ്മപ്പെടുത്തുന്ന പ്രസ്താവനയുമാണ്. എന്നാൽ 42-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇത്രമാത്രം വ്യസനത്തിലൂടെയും ഇത്രമാത്രം വിപത്തിലൂടെയും കടന്നുപോയി ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടതിനെയെല്ലാം മടക്കി കൊടുത്തൊരു ദൈവത്തെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ ഭയത്തോടും ഭക്തിയോടും വിശ്വസ്തയോടും നീതിയോടും
ശുദ്ധിയോടും നിഷ്കളങ്കതയോടും ഒക്കെ ദൈവത്തെ സേവിക്കുമ്പോഴും ആമീൻ മനോവ്യസനങ്ങളും വിപത്തുകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരാം. ഇത് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം മനസ്സുകൊണ്ട് തളർന്നവരായിട്ടല്ല, നാം ആത്മധൈര്യത്തോടെ നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുന്നു എങ്കിൽ ഇയ്യോബിന് വേണ്ടി കരുണ കാണിച്ച ദൈവത്തിൻ്റെ ആ അത്ഭുത കരുണകൾ നമുക്കും കാണുവാൻ സാധിക്കുമെന്നും ആ ഒരു ദിവസത്തിനു വേണ്ടി, ആ ഒരു നിമിഷത്തിനു വേണ്ടി നമുക്കും ആഗ്രഹത്തോടും ആശയോടും വിശ്വാസത്തോടും കൂടി മുൻപോട്ട് പോകുവാൻ പ്രാർത്ഥിക്കാം. അതിന് നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആഴമായ വ്യസനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. വലിയ വിപത്തുകളെ ഞങ്ങൾ തരണം ചെയ്യേണ്ടി വരാറുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാനുള്ള കരുത്ത് നൽകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാനും ആ നിലകളിൽ ജീവിതം മുൻപോട്ട് കഴിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ വ്യസനിപ്പിക്കുമ്പോൾ, ഞങ്ങൾക്ക് വിപത്തുകൾ കടന്നു വരുമ്പോൾ ദൈവത്തെ വിട്ടുപോകുന്നവരായിട്ടല്ല, ദൈവത്തോടു കൂടെ വസിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.